അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ചില കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദോഷാണല്ലോ നമ്മുടെ മെയിൻ പ്രശ്നം. ദോഷങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല. നമ്മളൊന്നും മാസൂമിയങ്ങളല്ല. ദോഷങ്ങൾ സംഭവിക്കാത്തത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് ദോഷങ്ങൾ സംഭവിക്കില്ല. അള്ളാഹുവിന്റെ അംലാക്ക് മലക്കുകൾക്ക് ദോഷങ്ങൾ സംഭവിക്കില്ല. സാധാരണക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളും പാപങ്ങളും സംഭവിച്ചു പോകും. അതുകൊണ്ട് ഒരു ഭാഗത്ത് ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ സംഭവിച്ചു പോകുമ്പോൾ ആ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, എന്നാൽ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. വൽ കഫാറാത്ത് എന്ന് പറഞ്ഞ റസൂൽ പറയുന്നു, അൽ മുഖ്തു ഫിൽ മസാജിദി ബഅദ സ്വലാത്ത്, ബഅദ സ്വലവാത്ത്, നിസ്കാരങ്ങൾക്ക് ശേഷം പള്ളിയിൽ ഇരിക്കുക. നിസ്കാരം കഴിഞ്ഞാല് ഉടനെ സലാം വീട്ടെ ഉടനെ ഓടി എന്ത് ചെയ്യരുത്, തടി സലാമത്താക്കരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി അവിടെ ഇരിക്കുക, ഖുർആനൊക്കെ ഓതി ഇരിക്കുക. എത്ര സമയം വരെ നമ്മൾ ഇരിക്കുന്നോ അത്രയും സമയം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അൽ മുഖ്തു ഫിൽ മസാജിദി ബഅദ സ്വലവാത്ത്. പലർക്കും തിരക്കാണ്, നിസ്കാരം കഴിഞ്ഞ ഓടാണ്. നിസ്കാരം കഴിഞ്ഞാൽ റബ്ബിന് ഇവിടെ എന്തേ മജ്‌ലിസ് ഉണ്ടാവില്ല, പങ്കെടുക്കേണ്ടിരുന്ന് കരുതിയിട്ട് ചില ആളുകൾക്ക് അങ്ങനെ. നമ്മൾ ഇരുന്നാ കുടുങ്ങോ, എപ്പോഴാ കഴിയും, 11 മണി 12 മണി ഇല്ല, അത്രയൊന്നും ആവൂല. വേൾഡ് കപ്പിന് സുബൈക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കുട്ടികൾ കളിയാണ്, ഒരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, എന്നാൽ ദോഷങ്ങൾ പൊറുക്കുമെന്നാണ്. വിശദീകരിക്കണില്ല. രണ്ടാമത്തെ കാര്യം, വൽ മശ്യു അലൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്. വൽമഷു, നടന്നു പോകണം. അലൽ അഖ്ദാമി, വണ്ടിയിൽ പോകരുത് എന്നുള്ളതുകൊണ്ട് അലൽ അഖ്ദാമി തന്നെ പറഞ്ഞത്. കാലിൽ ചവിട്ടി പോകണം, ചെരിപ്പടിക്കാലിൽ നടന്നു പോകണം. മഷീന ഉപയോഗിച്ചു, റുക്കൂബ് ഉപയോഗിച്ചില്ല. വാഹനത്തിൽ പോയാൽ കൂലി കുറയും. എങ്ങനെ, എവിടേക്ക് പോകണം? ഇലൽ ജമാഅത്ത്, പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ. 5 വക്ത് ജമാഅത്ത് നിസ്കാരം നമ്മുടെ ഒക്കെ തൊട്ടടുത്തുള്ള പള്ളികളിൽ നടക്കുന്നുണ്ട്. ആ പള്ളിയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടുപോകണം. ഓരോ ചവിട്ടടിക്കും ദോഷങ്ങൾ പൊറുക്കുകയാണ്. പരമാവധി വീട് വിദൂരത്താകാൻ നല്ലത്. വേറെ ഹദീസിൽ എന്ത് ചെയ്തു, ബനൂ സലിമ ഗോത്രക്കാർ പള്ളിന്റെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വീട് മാറാണ്. ഞങ്ങൾ വേണ്ട, നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. വേണ്ടട്ടോ, വീട് അവിടെ തന്നെ ആയിക്കോട്ടെ. പരമാവധി പള്ളിയിൽ നിന്ന് വീട് അകലം പാലിക്കലാണ് നല്ലത്. അത്രയും തവണ നിങ്ങൾക്ക് ഏത് കിട്ടുമല്ലോ, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമല്ലോ, ഓരോ ചവിട്ടടിക്കും പദവി ഉയരുമല്ലോ. അപ്പൊ പള്ളിയിലേക്ക് ദൂരം കൂടുതൽ നല്ലതാണ്. അതുകൊണ്ട് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നുവരൽ ദോഷം പൊറുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഇബ്ലാഗുൽ വുദൂഇ ഫിൽ മകാരിഹി. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് മാനസികമായി നമുക്ക് വുദു എടുക്കാനൊരു മൂഡില്ല, ആ സമയത്ത് സമ്പൂർണമായി വുദു എടുക്കുക. വുദുവിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് പരിപൂർണമായി വുദു എടുക്കുക. എങ്ങനെ പരിപൂർണമായി വുദു എടുക്കുക? അഊദൊക്കെ ചൊല്ലി, ബിസ്മിയൊക്കെ ചൊല്ലി, അപ്പൊ തന്നെ നിയ്യത്ത് വെക്കണം, ഞാൻ വുദുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു. 4 സുന്നത്തിട്ടുള്ളൂ. സുന്നത്തിന് കൂലിട്ടണമെങ്കിലേ കൈ കഴിയുമ്പോൾ തന്നെ നിയ്യത്തക്കണം. ആവതും ബിസ്മി ചൊല്ലിട്ട് അപ്പൊ തന്നെ നീക്കണം, ഞാൻ വുദുവിന്റെ സുന്നത്തുകളെ വീട്ടുന്നു. എന്നാ പിന്നെ ഓരോ സുന്നത്തിന് സെപ്പറേറ്റ് നിയ്യത്തൊക്കേണ്ട ആവശ്യമില്ല, എല്ലാ സുന്നത്തിലും നിയ്യത്തും കിട്ടും. മുഖം കഴുകുന്ന സമയത്ത് നിയ്യത്തൊക്കെ നിർബന്ധമാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ വുദു തന്നെ ശരിയാവില്ല. നിസ്കാരത്തെ ആരാരാക്കുന്നു, അല്ലെങ്കിൽ വുദുവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നൊക്കെ നിയ്യത്ത് വെക്കണം, അത് നിർബന്ധമാണ്. ഏതായാലും അങ്ങനെ അഊദു ചൊല്ലി, ബിസ്മി ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്നൊക്കെ പറഞ്ഞ് അടുത്തെന്താ, മിസ്വാക്ക് ചെയ്യലാണ്. അത് ആ തെർത്തീബ് തന്നെ പോകണം. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ, മുഖം സമ്പൂർണ്ണമായി നീട്ടിക്കഴുകുക, കയ്യ് എന്ത് ചെയ്യുക, നീട്ടിക്കഴുകുക. നീട്ടിക്കഴുകാന്ന് പറഞ്ഞാൽ മുട്ട് ഉൾപ്പെടെ കഴുകലാണ് നിർബന്ധം. കുറച്ച് തോളം കയ്യിലേക്ക് ഇങ്ങനെ കയറ്റി കഴുകുക. തല മുഴുവനായി തടവ, ചെവി ഉള്ളും പുറവും തടവ, 2 കാലും എരിയാണിക്കും മേലെ കയറ്റി. സുന്നത്ത് പരിപൂർണമായ സുന്നത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മുകളിലേക്ക് കയറ്റി കഴുകി ഓരോ വിരലുകൾക്കിടയിലും ഇടത് കൈയിന്റെ ചെറുവിരലിട്ട് എല്ലാ കാലിന്റെ വിരലുകൾക്ക് ിലും വെള്ളം എത്തിയിട്ടൊന്ന് ഉറപ്പുവരുത്താൻ. കാലിന്റെ ഓരോ വിരലും ഇങ്ങനെ വലത്തോട്ട് തുടങ്ങി ഇങ്ങനെ ഓരോന്ന്. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് എത്ര പറയാനുണ്ട്. അത് എപ്പോ രാത്രി ഉറങ്ങാൻ പോവാണ്,
പൊതുവെ നല്ല മഴയാണ്, ഭക്ഷണം കഴിച്ചാൽ നല്ല ഉറക്കന്നെ മൂടില്ല, അങ്ങോട്ട് പോയി കിടക്കും. മക്കാരിഹാണ്, വെറുക്കണ സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? സമ്പൂർണ്ണമായി ഉദു കൊടുക്കണം. ഒരു പക്ഷേ സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റ് ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് സിമ്പിളായിട്ട് ഉദു കൊടുത്ത് പള്ളിയിലേക്ക് വരാൻ നോക്കുക, പറ്റൂല. ആ സമയത്ത് പരിപൂർണമായി ഉദു കൊടുക്കുക. നല്ല തണുപ്പുള്ള രാത്രിയാണ്, സിമ്പിളായി ഉദു കൊടുത്താൽ ഫർദ് മാത്രം എടുത്താലോ തോന്നിപ്പോകും. പരമാവധി സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ച് സമ്പൂർണമായി ഉദു കൊടുക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. വെറുക്കപ്പെടുന്ന നിമിഷങ്ങളിലും സന്ദർഭങ്ങളിലും പരിപൂർണമായി വുദു എടുക്കലാകുന്നു. അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ 3 കാര്യം പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, ഫമൻ ഫഅല ദാലിക ആശ ബിഖൈരിൻ വമാത ബിഖൈരിൻ. ഈ 3 പ്രധാനപ്പെട്ട ഗുണം ഒരാൾക്കുണ്ടോ, അയാൾ നല്ല ഖൈറായ അയാൾക്ക് ജീവിക്കാനും ഖൈറോടെ മരിക്കാനും അയാൾക്ക് കഴിയും. നിത്യമായി ജമാഅത്തിൽ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയോണ്ടി, നല്ല മരണേക്കാൾ. ഞാൻ എന്റെ നിരീക്ഷണം അനുസരിച്ച് നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കൃത്യമായി പള്ളിയിലേക്ക് ജമാഅത്തിൽ വരുന്നവർക്കൊക്കെ നല്ല മരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മരിക്കുമ്പോൾ നല്ല മരണേക്കാൾ. അല്ലാഹു തആല നമുക്കൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ വുദു സമ്പൂർണ്ണമായി എടുക്കുക, അതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ചേരം ഇരിക്കുക. ഇതൊരാൾക്കുണ്ടോ അയാൾക്ക് ഖൈറായ ജീവിതവും ഖൈറായ മരണവും ഉണ്ടാകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ മാത്രമല്ല അവൻ ദോഷത്തിൽ നിന്ന് മുക്തനാകും. മിൻ ഖതീഅതിഹി കയൗമി വലദതുഹു ഉമ്മു. അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ അവൻ പാപത്തിൽ നിന്ന് മുക്തമാകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇനി ആത്മീയമായി നമ്മുടെ പദവി കൂടാനുള്ള ചെറിയ ടിപ്സ്. ഇപ്പൊ ദോഷം പൊറുക്കാനുള്ള പ്രധാനപ്പെട്ട ടിപ്സ് പറഞ്ഞു. നബി തങ്ങൾ പറയുന്നു, വദ്ദറജാത്ത്. ആത്മീയമായ പദവി കൂടണോ? ആത്മീയമായി നമ്മുടെ പദവി കൂടാൻ ദോഷം പൊറുത്താൽ മാത്രം പോരാ, ആത്മീയമായി നമ്മുടെ പദവി കൂടാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി നബി തങ്ങൾ പറയുന്നു, ഇഫ്ശാഉസ് സലാമി. സലാം നിങ്ങൾ വ്യാപിപ്പിക്കണം, എല്ലാവരോടും സലാം പറയണം. അത് നമ്മുടെ ആത്മീയമായ ദർജ വർദ്ധിക്കാനുള്ള കാരണമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആത്മീയമായി നമ്മുടെ പദവി ഉയരാനുള്ള രണ്ടാമത്തെ കാര്യം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക സാധുക്കൾക്കും പാവങ്ങൾക്കും മജ്ലിസിലും. നമ്മുടെ പദവി ഉയരാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശദീകരിക്കണില്ല. മൂന്നാമത്തെ കാര്യം വസ്വലാത്തു ബില്ലൈലി വന്നാസു നിയാം. രാത്രി നിസ്കാരം. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ മനസ്സറിഞ്ഞ് അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ആ സമയത്ത് ഉണരണമെങ്കിൽ, എന്നിട്ട് ആ ഭക്തി നിർഭരമായി വളരെ ഉന്മേഷത്തോടെ നിസ്കരിക്കണമെങ്കിൽ കുറച്ചൊന്നും ഇമാം പോരാ, നല്ല ഇമാമാണ്. അപ്പോ സുബഹിന്റെ മുന്നേ എഴുന്നേൽക്കണം. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങാണ്. ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ആത്മീയമായി നമ്മുടെ പദവി വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 3 കാര്യം ദോഷം പൊറുക്കാനും 3 കാര്യം നമ്മുടെ പദവികൾ ഉയരാനും നമ്മൾ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പുതുവർഷത്തിലെ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഉള്ളത്. പുതിയ പ്രതിജ്ഞകൾ നാം എടുക്കേണ്ട സന്ദർഭമാണ്. അല്ലാഹു തആല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നല്ല പ്രതിജ്ഞകളൊക്കെ എടുത്ത് പരമാവധി സുന്നത്തുകളും അതുപോലെ ഫർദ് നിസ്കാരങ്ങൾ അടക്കം എല്ലാ കർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.